നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല ദേശോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗജസംഗമം ആവേശക്കാഴ്ചയായി. ശനിയാഴ്ച കാലത്ത് 11 മണിയോടെയാണ് തൃത്താലയിലും മേഴത്തൂരിലുമായി ഗജസംഗമം നടന്നത്. 25ഓളം ഗജവീരന്മാർ പങ്കെടുത്തു. വിവിധ ഉപകമ്മിറ്റികളുടെ വൈവിധ്യമാർന്ന പരിപാടികൾ, ബാൻഡ് മേളം എന്നിവ ഗജസംഗമത്തിന്റെ മാറ്റുകൂട്ടി. വൈകിട്ട് മേഴത്തൂർ സെന്ററിൽ നിന്നും തൃത്താല സെന്ററിലേക്ക് ഗജഘോഷയാത്രയുമുണ്ടായി. സംസ്ഥാന സർക്കാർ, ആയുഷ് വകുപ്പ്, ദേശീയ ആയുഷ് മിഷൻ കേരളം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഹെൽത്തി കേരള ക്യാമ്പയിന്റെ ഭാഗമായുള്ള ഹെൽത്തി കേരള ഹെൽത്തി തൃത്താല പരിപാടി ഞായറാഴ്ച വൈകിട്ട് വെള്ളിയാങ്കല്ലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃത്താല നിയോജക മണ്ഡലത്തിലെ ഹെൽത്തി കേരള ഹെൽത്തി തൃത്താല പരിപാടി തൃത്താല വെള്ളിയങ്കല് ഭാരതപ്പുഴയിൽ തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി എക്സൈസ് കാര്യവകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ ഭാഗമായി വൈകിട്ട് 5 മുതൽ തൃത്താല സെന്ററിൽ നിന്നും വെള്ളിയാങ്കല്ല് വരെ ഹെൽത്തി വാക്ക്, തുടർന്ന് പുഴയോരത്ത് പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ കളരിപ്പയറ്റ് പ്രദർശനം എന്നിവയും നടക്കും. കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ആരോഗ്യമേഖലയിൽ ആയുഷ് വകുപ്പ് നടത്തിയ ജനോപയോഗപ്രദമായ മുന്നേറ്റങ്ങളുടെ പ്രദർശനം പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിൽ കേരള സർക്കാർ ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ആരോഗ്യമേഖലയിൽ വലിയ മാറ്റമാണ് തൃത്താല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഉണ്ടായതെന്നും ഇവർ പറഞ്ഞു. നമ്മുടെ ആയുഷ് വകുപ്പിന്റെ കീഴിൽ വരുന്ന ഈ പരിപാടി പാലക്കാട് ജില്ലാ തലത്തിൽ 10-ാം തീയതി പാലക്കാട് വെച്ചിട്ട് തന്നെ ബഹുമാനത്തിന്റെ ഡെപ്യൂട്ടി കളക്ടർ ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് എല്ലാ നിയോജക മണ്ഡലം വൈസും നമ്മൾ ഓരോ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തൃത്താലയാണ് ആദ്യമായിട്ട് നടത്തുന്നതെന്ന് തോന്നുന്നു. അത് നമുക്ക് വലിയൊരു കോൺഫിഡൻസ് തരുന്നൊരു കാര്യം തന്നെയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പങ്കുചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹെൽത്തി അവയർനെസ് മാത്രമല്ല, ഇതിപ്പോൾ തുടക്കം മാത്രമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ജനങ്ങൾ സ്വാഭാവികമായി വന്നുചേരുന്ന ഇടങ്ങളിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന സർക്കാർ നിർദ്ദേശമനുസരിച്ചാണ് തൃത്താല വെള്ളിയാങ്കല്ലിലെ മണൽപ്പരപ്പിൽ ശിവരാത്രി നാളിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള വെബ് ഫോർ വെൽനസ് ക്യാമ്പയിന്റെ മണ്ഡലം തല ഉദ്ഘാടനം നാഗലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫെബ്രുവരി 21 രാവിലെ 11 മണിക്ക് നടക്കും. നമ്മളിവിടെ തൃത്താല നിയോജക മണ്ഡലം പരിപാടി 2 ദിവസമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. ഫെബ്രുവരി 15 ഞായറാഴ്ച ഹെൽത്തി കേരള ഹെൽത്തി തൃത്താല എന്ന പേരിലാണ് നമ്മുടെ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന് സംസ്ഥാന തലത്തിൽ തന്നെ ഓരോ അസംബ്ലി മണ്ഡലത്തിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ തൃത്താലയിലും ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന് ആയുഷ് വകുപ്പിലെ പ്രധാനമായും 2 ഡിപ്പാർട്ട്മെന്റുകളാണ്. ഒന്ന് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ, മറ്റൊന്ന് ഹോമിയോപ്പതി. ഇതിൽ ISM ഡിപ്പാർട്ട്മെന്റിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ ഇവിടെ നേരത്തെ സംസാരിച്ച ചാലിശ്ശേരി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആതിരയാണ്. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷ TV-യുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം നിർവഹിക്കും. തൃത്താല ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK കൃഷ്ണദാസ്, ചാലിശ്ശേരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K ആതിര, നാഗലശ്ശേരി ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PS ഷാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സർക്കാർ ജനുവരി 1 തൊട്ട് സംസ്ഥാനത്തുടനീളം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനായി വൈബ് ഫോർ വെൽനസ് എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ജനുവരി 1 തീയതി സംസ്ഥാന തലത്തിൽ തന്നെ അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കേരള സർക്കാർ ആയുഷ് വകുപ്പും ദേശീയ ആയുഷ് മിഷൻ കേരളം എന്നിവ സംയുക്തമായി അതിന് തുടർച്ചയായ വൈബ് ഫോർ വെൽനസ് പരിപാടി തുടർച്ചയായി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും
ബോധവൽക്കരണ പരിപാടികളും ആസൂത്രണം ചെയ്യുന്നു. അതിന്റെ ഭാഗമായി തൃത്താല നിയോജക മണ്ഡലത്തിൽ 2 പരിപാടികളാണ് ആയുഷ് വകുപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മേഴത്തൂർ മോസ്കോ റോഡിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയിൽ നിന്നും മലിനജലം കിണറുകളിലേക്ക് ഒഴുകിയെത്തുന്നതായി ആരോപണം. വേനൽ ആരംഭത്തിൽ തന്നെ കുടിവെള്ളം മുട്ടിയതോടെ നാട്ടുകാർ ദുരിതത്തിൽ. നാഗലശ്ശേരി പഞ്ചായത്തിലെ 3-ാം വാർഡിൽ ഉൾപ്പെട്ട ചന്ദനപ്പടിയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയിൽ നിന്നുള്ള മലിനജലം ജനവാസ മേഖലയിലെ തോട്ടത്തിലൂടെ ഒഴുകിവിട്ടതിനെ തുടർന്ന് 10ഓളം വീടുകളിലെ കിണറുകൾ മലിനമായി. മേഴത്തൂർ മോസ്കോ റോഡിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് കഴിഞ്ഞ ദിവസം താഴ്ഭാഗത്തേക്ക് ഒഴുക്കിവിട്ടത്. ഇതോടെ വീട്ടുകിണറുകളിൽ എണ്ണമയമുള്ള പാടയും വെടിമരുന്നിന്റെയും മറ്റ് രാസവസ്തുക്കളുടെയും രൂക്ഷഗന്ധവും അനുഭവപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ അപ്രതീക്ഷിതമായ ജലപ്രവാഹത്തിന്റെ ആശങ്ക ഇപ്പോഴും കുടുംബങ്ങളെ വിട്ടൊഴിഞ്ഞിട്ടില്ല. 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് ക്വാറിയുടെ പ്രവർത്തനം പുനരാരംഭിച്ചത്. ഇതിനു മുന്നോടിയായി ക്വാറിയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞതോടെ സമീപത്തെ പുരയിടങ്ങളിലേക്കും മലിനജലം കയറി. ഒപ്പം കിണറുകളിലേക്കും മലിനജലമെത്തി. കിണർ വെള്ളത്തിന് ദുർഗന്ധം പാട കെട്ടിയിട്ടുണ്ട്. എന്ന് മുതൽ അങ്ങനെ തുടങ്ങി? ഇന്നലെ മുതലാണ് പാട കെട്ടിയിട്ട് കണ്ടത്. കുടിവെള്ളം മുട്ടിയ അവസ്ഥയിലാണ് ഇപ്പം ഉള്ളത്. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളായിരുന്നു ഈ കോറിയിൽ നിന്ന് വേസ്റ്റ് വെള്ളം തുറന്നു വിട്ടത്. ഇന്നലെ മുതലാണ് വെള്ളം വന്നു തുടങ്ങിയത്. ശേഷമാണ് കിണറിൽ കണ്ടത്. വേനൽ തുടങ്ങിയ സമയത്ത് ജലനിരപ്പ് താഴ്ന്നു നിന്ന കിണറ്റുകളിലെല്ലാം ഇപ്പോൾ മലിനജലം നിറഞ്ഞ് വെള്ളം ഉയർന്ന അവസ്ഥയിലാണ്. ചില കിണറുകളിൽ മലിനജലത്തിന്റെ പുതിയ നീരുറവകളും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതോടെ പ്രദേശത്തെ 10ഓളം കുടുംബങ്ങളുടെ കുടിവെള്ളം പൂർണ്ണമായും മുടങ്ങി. ഭീതി വിതച്ച് ക്വാറി പ്രവർത്തനം വീണ്ടും തുടങ്ങിയത് നാട്ടുകാരുടെ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുകയാണ്. മുൻപ് മൈനിങ്ങിനിടെ ഭീമൻ കല്ല് തെറിച്ചു വീണ് സമീപത്തെ വീടിന്റെ അടുക്കളയുടെ മുൻഭാഗം തകർന്നിരുന്നു. വീട്ടമ്മയായ റഷീന സിദ്ദിഖിനെ തലനാരിഴയ്ക്കാണ് ജീവൻ രക്ഷപ്പെടുത്താനായത്. ഈ സംഭവത്തെ തുടർന്നുള്ള പരാതികളിലാണ് ക്വാറി അടച്ചുപൂട്ടിയത്. എന്നാൽ നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പാക്കാതെ വീണ്ടും ക്വാറിക്ക് അനുമതി നൽകിയത് എങ്ങനെയെന്ന ചോദ്യമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത്. അങ്ങനെ കുടിക്കാനും പറ്റില്ല, യൂസ് ചെയ്യാനും ഒന്നിനും പറ്റില്ല. എന്ന് മുതലായിരുന്നു ഇങ്ങനെ? 2 ദിവസമായിട്ടുള്ളൂ. വെള്ളം ഉണ്ടായിരുന്നില്ല തീരെ കിണറ്റില്. ഇപ്പൊ വെള്ളം അളവ് കൂടുകയും ചെയ്തു. പക്ഷെ കൂടിയിട്ടും ഉപയോഗിക്കാൻ തീരെ പറ്റുന്നില്ല. ഫുള്ള് പാടിയിട്ട പോലെ അവര് മോട്ടർ അടിച്ചിട്ട് പറ്റിക്കുകയാണ് കൂടിയിട്ട വെള്ളം. അപ്പൊ അത് ഫുള്ള് നമ്മുടെ ഈ ഭാഗങ്ങളിലെ 2-3 വീടുകളിൽ. പ്രദേശത്തെ ജനജീവിതം ദുസ്സഹമാകുന്ന ക്വാറിക്കെതിരെ നാട്ടുകാർ സംഘടിതമായ രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, ജിയോളജി വകുപ്പ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, പഞ്ചായത്ത്, വില്ലേജ് അധികൃതർ തുടങ്ങിയവർക്കെല്ലാം നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. കുടിവെള്ളം മുട്ടിച്ചും പാറ പൊട്ടിച്ചും ജീവന് ഭീഷണിയായി പ്രവർത്തിക്കുന്ന ക്വാറിക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അവിടെ ഈ കോറിയിൽ ഈ വേസ്റ്റ് വെള്ളം വന്നിട്ട് കിണറുകളിൽ ഇപ്പോൾ എല്ലാം ഇവിടെ 4-5 കിണറായി നിറയുന്നു. വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കുടിക്കാൻ പറ്റുന്നില്ല. ആകെ വെള്ളമൊക്കെ മലിനായിട്ട് മരുന്നിൻ്റെ മണവും അത് ഇതൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. 1.5 കൊല്ലമായിട്ട് കോറി ഇതേമാതിരി കല്ല് വീണിട്ടൊരിക്കൽ നിർത്തി വെച്ചുള്ള കോറിയാണ് ഇപ്പോൾ. അതൊക്കെ അനുമതി കൊടുത്തിട്ടാണ് ഇപ്പോൾ അത് തുടങ്ങിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം പെട്ടെന്ന് ഉണ്ടാക്കണം. അധികാരികളെ കണ്ണ് തുറപ്പിച്ചിട്ട് കൂടി ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണം. അവിടെ മേലെ അവിടെ അവരുടെ കിണറ്റിലും വരുന്നുണ്ട്. അവിടെ സുഖമില്ലാതെ ഇപ്പോൾ ഹാർട്ടിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ശരി അവിടെ കിടക്കുന്നത്. അവർക്ക് ഇനി വെള്ളം കുടിക്കണമെങ്കിൽ എവിടുന്ന വെള്ളം കൊണ്ടുവരിക? സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ആരോഗ്യം ആനന്ദം ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ്റെ ഭാഗമായി ഞായറാഴ്ച കൊപ്പത്ത് ആയുഷ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിൻ നടത്തും. ഇതിന്റെ ഭാഗമായി കൊപ്പം മുതൽ ആമയൂർ വരെ സൈക്ലത്തോൺ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ആരോഗ്യം ആനന്ദം ഹെൽത്തി ലൈഫ് ക്യാമ്പയിന്റെ ഭാഗമായാണ് ആയുഷ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിൻ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഈറ്റ് വെൽ, സ്ലീപ്പ് വെൽ, ആക്ട് വെൽ ആൻഡ് കെയർ വെൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാളെ സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നത്. കൊപ്പം മുതൽ ആമയൂർ വരെ രാവിലെ 7 മണിക്കാണ് സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പി പ്രസ് ക്ലബ്ബിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുഹമ്മദ് മോസിൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV വത്സല അധ്യക്ഷത വഹിക്കും. ആയുഷ് എന്ന് പറഞ്ഞാൽ ആയുർവേദം, യോഗ, യുനാനി, ഹോമിയോപ്പതി, സിദ്ധ തുടങ്ങിയ ശാസ്ത്രശാഖകളെല്ലാം ആരോഗ്യ ചികിത്സാ സമ്പ്രദായങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് ആയുഷ് സിസ്റ്റം ഉണ്ട്. അതിന്റെ ഭാഗമായി ആരോഗ്യമുള്ള ജനത്തെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കുറെ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. 2026 ജനുവരി 1 ആരോഗ്യം ആനന്ദം ഹെൽത്തി ലൈഫ് എന്ന ഒരു ക്യാമ്പയിൻ കേരള സർക്കാർ വിഭാവനം ചെയ്യുകയുണ്ടായി. അതില് ഈറ്റ് വെൽ, സ്ലീപ്പ് വെൽ,
ആക്ട് വെൽ ആൻഡ് കെയർ വെൽ. ഇതാണ് നമ്മുടെ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ മോട്ടോ ആയിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റില് നമുക്കറിയാം, ജീവിതശൈലി രോഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെയധികം ഇവിടെ കേരളത്തിലല്ല, ഏറ്റവും വലിയ പ്രശ്നമായി ഫാറ്റി ലിവർ പോലുള്ള, ഡയബറ്റിക് പോലുള്ള അല്ലെങ്കിൽ കാർഡിയാക് ഇഷ്യൂസ് എല്ലാം കൂടി വരുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ശരീരത്തെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ വിളംബരം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഈ സന്ദേശങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി വിവിധ പരിപാടികൾ ഈ ഡിപ്പാർട്ട്മെന്റ് ആസൂത്രണം ചെയ്തു വരികയാണ്. ഇതിന്റെ ഭാഗമായി കോട്ടമൈതാനത്ത് വെച്ച് ബഹുമാനപ്പെട്ട കലക്ടറുടെ നേതൃത്വത്തിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ഒരു പരിപാടി ഉണ്ടായി ഫെബ്രുവരി 10-ന്. ഇതിന്റെ ഭാഗമായി ഓരോ നിയോജക മണ്ഡലത്തിലും അതാത് MLA-മാരുടെ നേതൃത്വത്തിൽ ഉദ്ഘാടന പരിപാടികളും മറ്റും നടക്കുകയാണ്. അതിന്റെ ഭാഗമായി തുടർന്ന് മരുതൂർ ബഡ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് സമൂഹ യോഗ പ്രദർശനവും ഉണ്ടായിരിക്കും. ആയുർവേദ, യോഗ, നേച്ചുറോപ്പതി, ഹോമിയോ, യുനാനി, സിദ്ധ വിഭാഗങ്ങൾ ചേർന്ന ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും ആരോഗ്യ സേവനങ്ങളെ സംബന്ധിച്ചും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായി പരിപാടികൾ നടത്തുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് ബോധവൽക്കരണ ക്ലാസുകൾ, ജീവിതശൈലി രോഗ നിർണയം എന്നിവയും നടത്തുമെന്നും ഇവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ജയറാം, ഡോക്ടർ അനുപമ, ഡോക്ടർ റജ്ന, ഡോക്ടർ രമ്യ, ഡോക്ടർ സോഫിയ, ഡോക്ടർ അജിതകുമാരി, ഡോക്ടർ സായിഷ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. കൂടുതൽ യുവജനങ്ങളിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ളൊരു പ്രവർത്തനം ഞങ്ങൾ ലക്ഷ്യം കൊള്ളുന്നുണ്ട്. അതേപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം കൂടി വരുന്നൊരു സാഹചര്യമാണ്. ഓരോ വീട്ടിലും നമ്മൾ 4 മെമ്പർമാരുണ്ടെങ്കിൽ അത് രണ്ടുപേരെങ്കിലും ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അത് മുൻനിർത്തിക്കൊണ്ട് എങ്ങനെ ഒരു നല്ല ജീവിതശൈലി പിന്തുടർന്ന് ജനങ്ങളെ അതിലേക്ക് കൂടുതൽ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് മുൻനിർത്തിക്കൊണ്ട് നമ്മൾ നടത്തുന്ന പ്രവർത്തനം. ശിവരാത്രി ആഘോഷങ്ങൾക്ക് നാടൊരുങ്ങി. പട്ടാമ്പി കൈത്തളിയിൽ ലക്ഷം നെയ്ദീപം തെളിയിക്കും. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രം മഹാശിവരാത്രി ആഘോഷത്തിന് ഒരുങ്ങി. നാളെ വിപുലമായ പരിപാടികളോടെയാണ് ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം കൊണ്ടാടുന്നത്. വൈകുന്നേരം ലക്ഷം നെയ്ദീപം തെളിയിക്കലാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങ്. ഭക്തർ നേരിട്ട് പങ്കെടുക്കുന്ന മഹാദീപാരാധന കൂടിയാണ് ലക്ഷം നെയ്ദീപ സമർപ്പണം. വൈകുന്നേരം 6:15-ന് പ്രശസ്ത വേദപണ്ഡിതനും പാഞ്ഞാൽ അതിരാത്രത്തിന്റെ യജമാനുമായിരുന്ന പുത്തില്ലം രാമാനുജൻ അക്കുതിരിപ്പാട് ആദ്യ ദീപം തെളിയിച്ചുകൊണ്ട് ലക്ഷം നെയ്ദീപത്തിന് തുടക്കം കുറിക്കും. തുടർന്ന് 7:30-ന് നാദബ്രഹ്മവും അരങ്ങേറും. ശരൺ അപ്പു, വാഴപ്പള്ളി അഖിൽ അനിൽകുമാർ, വിവേക് രാജ വയലിൻ എന്നിവരാണ് ഇതിന് നേതൃത്വം നൽകുക. ശിവരാത്രി ആഘോഷത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായതായി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് KT കൃഷ്ണദാസ്, ആഘോഷ കമ്മിറ്റി സെക്രട്ടറി പ്രൊഫസർ UP ജയപ്രകാശ് എന്നിവർ അറിയിച്ചു. കൈത്തളി മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷം നാളെ ഞായറാഴ്ച നടക്കുകയാണ്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും 1,11,111 നെയ്ദീപങ്ങൾ തെളിയിച്ചുകൊണ്ടുള്ള മഹാദീപാരാധനയാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ആഹ്ലാദപൂർവ്വം ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതിന് കൃത്യം 6:15-ന് പ്രധാന ദീപം തെളിഞ്ഞു കഴിഞ്ഞാൽ 4 ഭാഗത്തേക്കും പ്രത്യേകം ദീപങ്ങൾ എത്തിക്കുകയും അതാത് സ്ഥലങ്ങളിലുള്ള ഫയർ പോയിന്റുകൾ തെളിയിച്ച് അതിൽ നിന്നും ഭക്തജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ചെറിയ പന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കത്തിച്ചെടുത്ത് ഓരോരുത്തരും ഓം നമഃ ശിവായ എന്ന ശിവപഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ട് ഒരേ സമയം ദീപങ്ങൾ തെളിയിക്കുന്ന പതിവാണ് കൈത്തളിയിലുള്ളത്. ഏകദേശം 15 മിനിറ്റുകൾ കൊണ്ട് ക്ഷേത്രത്തിനകത്തും പുറത്തുമായി 1,11,111 ദീപങ്ങൾ തെളിയും. ഇത് അസാധാരണമായ ഒരു കാഴ്ചയാണ്. കണ്ണിനും അതുപോലെ തന്നെ മനസ്സിനും ആനന്ദം നൽകുന്ന അത്യപൂർവമായ ഒരു കാഴ്ചയാണ്. അതിനുശേഷം 7:15-ന് നാദബ്രഹ്മം എന്ന് പറയുന്ന സംഗീത പരിപാടിയും ഇവിടെ നടക്കുന്നുണ്ട്. ശരൺ അപ്പു, പുതിയ തലമുറയുടെ ഹരമായി മാറിയിട്ടുള്ള ശരൺ അപ്പു ഹാർമോണിയത്തിൽ, വാഴപ്പള്ളി അഖിൽ അനിൽകുമാർ പുല്ലാങ്കുഴലിൽ, വിവേക് രാജ വയലിനിൽ 3 പേരും ചേർന്ന് നയിക്കുന്ന ഒരു സംഗീത യാത്ര നാദബ്രഹ്മം വൈകിട്ട് ഇവിടുത്തെ പ്രത്യേകം ഒരുക്കിയ സ്റ്റേജിൽ ഉണ്ടായിരിക്കും. എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ
ആഹ്ലാദപൂർവ്വം ക്ഷണിക്കുന്നു. കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ MLAക്ക് സ്വീകരണം നൽകി. മികച്ച നിയമസഭാ സാമാജികനുള്ള മഹാത്മാജി പുരസ്കാരം ലഭിച്ച മുഹമ്മദ് മുഹസിൻ MLAക്കാണ് വ്യാപാരി വ്യവസായി സമിതി പട്ടാമ്പിയിൽ സ്വീകരണം ഒരുക്കിയത്. പട്ടാമ്പി സായി ആനന്ദദാസ് ഹാളിൽ നടന്ന സ്വീകരണ സമ്മേളനം വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് കെ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷനായിരുന്നു. യൂണിറ്റ് പ്രസിഡന്റ് KH സുബ്രഹ്മണ്യൻ, സെക്രട്ടറി അർജുൻ, AK അഷറഫ്, സിദ്ദിഖ് നാടപറമ്പ്, TV മമ്മു തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മുഹമ്മദ് മുഹസിൻ MLA മറുപടി പ്രസംഗവും നടത്തി. ഈ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നിർമ്മാണത്തിന്റെ കാലഘട്ടമാണ്. ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്ന ഒരു പുതിയൊരു കേരളത്തെ കെട്ടിപ്പടുക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക. ഈ സർക്കാരിനെ വിമർശിക്കുന്നവരുണ്ടാകും, ഈ സർക്കാരിനെ കുറിച്ച് പലതും പറയുന്നവരുണ്ടാകും. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ റോഡുകൾ, ഏറ്റവും കൂടുതൽ പാലങ്ങൾ, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായങ്ങൾ, ഇങ്ങനെ തുടങ്ങി കേരളത്തിൻ്റെതായ നിർമ്മാണങ്ങൾ ഏറ്റവും കൂടുതൽ നടന്ന കാലഘട്ടമാണ്. ദേശീയപാതയടക്കമുള്ള മെട്രോ അടക്കമുള്ള ജലപാത, ദേശീയപാതയ്ക്ക് സമാന്തരമായി ജലപാത കൂടി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതെല്ലാം ഒരേ സമയത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന നവകേരള നിർമ്മിതിയുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യാത്രയയപ്പ് സമ്മേളനവും പ്രതിഭാസംഗമവും നടത്തി. മുഹമ്മദ് മുഹസിൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ K വിജയൻ, അധ്യാപിക CK പ്രിയ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. ഇതോടൊപ്പം സ്കൂൾ മേളകളിൽ സംസ്ഥാനതല മത്സരത്തിൽ വിജയികളായ പ്രതിഭകൾക്കുള്ള ആദരവും നൽകി. മുഹമ്മദ് മുഹസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിജയമാഷെ സംബന്ധിച്ചിടത്തോളം പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് നിരവധിയായിട്ടുള്ള പ്രവർത്തനത്തിന് വളരെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ്. വിദ്യാഭ്യാസം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എഡ്യൂക്കേഷൻ പഴയതുപോലെയല്ല, അതിൻ്റെ ഡെഫിനിഷനിൽ മാറ്റം വരുന്നുണ്ട്, അതിൻ്റെ മെത്തേഡിലും ആപ്ലിക്കേഷനിലും മാറിയിട്ടുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസം ആകെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. ലൈഫ് ലോങ് ലേണിംഗ്, നിരന്തരമായി അറിവ് സമ്പാദിക്കേണ്ടത് അനിവാര്യമായ ഒരു കാലത്ത് നമ്മൾ വിദ്യാർത്ഥികളെ ലൈഫ് ലോങ് ലേണേഴ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അധ്യാപകർ എന്ന നിലയ്ക്ക് ട്രഡീഷണലായിട്ട് എല്ലാ അറിവിൻ്റെയും ഉടമയാണ് അധ്യാപകൻ എന്നുള്ള സിസ്റ്റം മാറിക്കഴിഞ്ഞു. കുട്ടികൾക്ക് നല്ലൊരു ഫെസിലിറ്റേറ്ററായി, നല്ലൊരു മെന്ററായി, നല്ലൊരു ഫ്രണ്ടായി അവരുടെ കൂടെ നിന്ന് അവരുടെ സ്കില്ലുകൾ അല്ലെങ്കിൽ അവർക്ക് പുതിയ സ്കില്ലുകൾ ആർജിച്ചുകൊണ്ട് എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നതിനേക്കാൾ അപ്പുറത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് അവർക്ക് അതിനുള്ള സ്കില്ല് ഉണ്ടാക്കി കൊടുക്കുകയും അതോടൊപ്പം തന്നെ പ്രൊജക്ട് ബേസ്ഡ് ലേണിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വന്ന് അതുപോലെ AI അടക്കമുള്ള ഒരുപാട് ടൂളുകൾ പഠനത്തിന് ഉപയോഗിക്കുന്ന ഈ സമയത്ത് അത്തരത്തിലുള്ള ഫെസിലിറ്റേഷൻസ് കൊടുത്തുകൊണ്ട് അധ്യാപകർ നിൽക്കുന്ന തരത്തിലേക്ക്. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ TP ഷാജി അധ്യക്ഷനായിരുന്നു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ് മുഖ്യപ്രഭാഷണം നടത്തി. സീനിയർ അസിസ്റ്റന്റ് P അഷറഫ്, നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ ജിതേഷ് മോഴിക്കുന്നം, ആശാ സന്തോഷ്, ഷഫീദ, സലീം, K ഗോപാലകൃഷ്ണൻ, ഷറഫുദ്ദീൻ, K ഗീത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗവും നടത്തി. സംസ്ഥാന മേളകളിൽ വിജയം നേടിയവരുടെ കലാപ്രകടനവും ഉണ്ടായി. ആനപ്പൂരങ്ങളുടെ തലയെടുപ്പും മേളവാദ്യങ്ങളുടെ താളവിസ്മയവും തീർത്ത് കല്ലടത്തൂർ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി വർണ്ണാഭമായി. രാവിലെ വിശേഷാൽ പൂജകൾ, പറനിറയ്ക്കൽ, ഉച്ചപൂജ എന്നിവ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. ഉച്ചയ്ക്ക് ശേഷം കാവുംപുറത്ത് നടുവത്ത് മനയ്ക്കിൽ നിന്നും 3 ആനകളുടെയും നാദസ്വരത്തിൻ്റെയും അകമ്പടിയോടെ ദേവസ്വം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തി. തുടർന്ന് കൊടലിൽ കൃഷ്ണകുമാർ മാരാർ നയിച്ച പഞ്ചവാദ്യം അരങ്ങേറി. വൈകിട്ടോടെ 17 ആഘോഷ കമ്മിറ്റികളുടെ പൂരം വരവുകളും മേളങ്ങളും പൂരപ്പറമ്പിലേക്ക് പ്രവേശിച്ചു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടന്ന 16 ഗജവീരന്മാർ അണിനിരന്ന കൂട്ടിയെഴുന്നള്ളിപ്പും വെടിക്കെട്ടും കാണികളെ ആവേശത്തിലാഴ്ത്തി. രാത്രിയോടെ തായമ്പക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, ഇടയ്ക്ക പ്രദക്ഷിണം, മ്യൂസിക്കൽ ബാൻഡ് എന്നിവ നടന്നു. മേലേക്കാവിൽ നിന്നും ആനയും നാഗസ്വരവും അണിനിരന്ന ആയിരത്തിരി എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, മേളം എന്നിവയുടെ നിറവിൽ പൂരം സമാപിച്ചു.
ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.